ലോകത്ത് മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ഒരു പര്യവസാനമാവുമ്പോഴും അത് യുദ്ധഭീഷണി പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഒരു യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇറാന്റെ ചരിത്രത്തിലേക്ക് കൂടി നമുക്കൊന്ന് കണ്ണോടിക്കേണ്ടി വരും. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വലിയ ചരിത്ര പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാന്റെ പഴയ പേര് പേർഷ്യ എന്നാണ്. ലോകത്ത് തന്നെ ഏറ്റവും പഴക്കമേറിയ സിവിലൈസേഷനുകളൊന്നാണ് പേർഷ്യൻ സിവിലൈസേഷൻ. അവിടെ ഒരുപാട് പേർഷ്യൻ എംപയറുകൾ ഭരണം നടത്തിയിട്ടുണ്ട്. പേർഷ്യൻ ഒറിജിൻ ആയിട്ടുള്ള പേർഷ്യൻ എംപയറുകൾ, അക്കാമിനഡ് എംപയർ പോലെയുള്ള ഭരണകൂടങ്ങൾ അവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. അതിന് പുറമെ ഗ്രീക്കുകാരും മുസ്ലിങ്ങളും ഒക്കെയുള്ള ഭരണകൂടങ്ങളും അതും കടന്നു പോയിട്ടുണ്ട്. അലക്സാണ്ടർ ദി ഗ്രേറ്റ് ആക്രമണം നടത്തിയതിനു ശേഷമാണ് ഗ്രീക്കുകാർ അവരുടെ ഭരണം നടത്തുന്നത്. പിന്നീട് സസാനിദ് എംപയർ വരുന്നുണ്ട്. സസാനിദ് എംപയർ അന്ന് ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായ രണ്ട് എംപയറുകളിൽ ഒന്നായിരുന്നു. ഒന്ന് റോമൻ സാമ്രാജ്യവും മറ്റൊന്ന് പേർഷ്യൻ സാമ്രാജ്യം അഥവാ സസാനിദ് എംപയറുമായിരുന്നു അന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ രണ്ട് ഭരണകൂടങ്ങൾ. ഈ സസാനിദ് എംപയറിന്റെ കാലത്താണ് ഇസ്ലാം കടന്നു വരുന്നത്. പ്രവാചകർ മക്കയിൽ ഇസ്ലാമുമായി കടന്നു വരുന്നത് ഈ സസാനിദ് എംപയർ ഭരിക്കുന്ന കാലത്താണ്. അന്ന് നിരന്തരമായി ഈ എംപയറിനെയും റോമൻ എംപയറുമായും മറ്റൊക്കെ നിരന്തരമായ യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നിരുന്നു. അവസാനം മുസ്ലിങ്ങളുമായും അവർക്ക് നിരന്തരമായ യുദ്ധങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. അങ്ങനെയാണ് പ്രവാചകന് ശേഷം ഖിലാഫത്തിന്റെ സമയത്ത് രണ്ടാം ഖലീഫയായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് സസാനിദ് എംപയർ പൂർണ്ണമായും ഇല്ലാതാവുന്നത്. ബാറ്റിൽ ഓഫ് ഖാദിസിയ, ബാറ്റിൽ ഓഫ് നഹാവന്ത്, ഈ രണ്ട് യുദ്ധങ്ങളിലൂടെയാണ് പൂർണ്ണമായും സസാനിദ് എംപയർ ഇല്ലാതാവുന്നത്. അതിനുശേഷം പേർഷ്യ പിന്നീട് ഭരണം നടത്തിയത് മുസ്ലിങ്ങളായിരുന്നു. ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്ത് അവർ ഭരണം നടത്തി. അതിനുശേഷം അമവികൾ, ഉമയ്യദ് ഡൈനാസ്റ്റി ഭരണം നടത്തി. അതിനുശേഷം അബ്ബാസിദ് ഡൈനാസ്റ്റി ഭരണം നടത്തി. ഇങ്ങനെയുള്ള ഭരണകൂടങ്ങളൊക്കെ അവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഒന്നും ആസ്ഥാനം എന്ന് പറയുന്നത് പേർഷ്യ ആയിരുന്നില്ല. അമവികളുടെ കാലത്തും ഒന്നും കാര്യമായൊരു പരിഗണന പേർഷ്യക്കാർ കിട്ടിയിരുന്നില്ല. അവരുടെ ഭരണകൂടങ്ങളിലോ അല്ലെങ്കിൽ ഭരണ രംഗത്തുള്ള ഉദ്യോഗസ്ഥലങ്ങളിലൊന്നും പേർഷ്യക്കാർക്ക് കാര്യമായ പരിഗണനകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അബ്ബാസികളുടെ കാലത്ത്, അബ്ബാസിദ് ഡൈനാസ്റ്റിയുടെ കാലത്താണ് പേർഷ്യക്കാർ ഈ ഉദ്യോഗ സ്ഥലങ്ങളിലേക്ക് കയറി വരുന്നത്. പേർഷ്യക്കാർ മാത്രമല്ല, തുർക്കികളും കാര്യമായി ഉദ്യോഗ സ്ഥലങ്ങളിലേക്ക് വരുന്നത് ഈ അബ്ബാസിദ് ഡൈനാസ്റ്റിയുടെ കാലത്താണ്. അപ്പോൾ ഇതിലൂടെ പതുക്കെ പതുക്കെ പേർഷ്യയിൽ ഒരു ഭരണരംഗത്ത് അവരുടെ ചുവടുവെപ്പ് നടത്തുകയും ആ രംഗത്ത് മുസ്ലിങ്ങളുടെ ഭരണമേഖലകളിലേക്ക് പേർഷ്യക്കാർ കടന്നു വരികയും ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. അബ്ബാസികളുടെ അവസാനമായപ്പോഴേക്കും ഏകദേശം അവർ വളരെ കഴിവില്ലാതെ വീക്കായിട്ടുള്ള ഭരണാധികാരികൾ വരികയും അബ്ബാസ് ഡൈനാസ്റ്റിയുടെ ഒരു അവസാന കാലത്ത് ഒരുപാട് ചെറിയ ചെറിയ മുസ്ലിം ഭരണകൂടങ്ങൾ, സ്വന്തം ഭരണകൂടങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഥാപിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി തന്നെ പേർഷ്യൻ ഒറിജിനായിട്ടുള്ള ചെറിയ മുസ്ലിം ഭരണകൂടങ്ങൾ പേർഷ്യയിലും വരികയും ചെയ്തു. എന്നാൽ ഇത് ദീർഘകാലം നീണ്ടു നിന്നില്ല. 1258 ബാഗ്ദാദിലേക്ക് മംഗോൾ അധിനിവേശം ഉണ്ടാവുന്നത്. അബ്ബാസി ഡൈനാസ്റ്റിയെ പൂർണ്ണമായും തകർത്തുകൊണ്ട് ചെങ്കിസ് ഖാന്റെ പിന്മുറക്കാർ ബാഗ്ദാദിലേക്ക് അറ്റാക്ക് നടത്തിയപ്പോൾ അത് പേർഷ്യയെ കൂടി ബാധിച്ചു. പേർഷ്യയിലും പിന്നീട് മംഗോൾ അധിനിവേശം നടന്നു. അങ്ങനെ മംഗോൾ ഭരണമായിരുന്നു പിന്നീട് പേർഷ്യയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ പേർഷ്യയിലെ ഇൽഖാനേറ്റ് സ്ഥാപിക്കപ്പെട്ടു. കാലങ്ങൾക്ക് ശേഷം പതുക്കെ ഈ മംഗോൾ ഭരണാധികാരികൾ അല്ലെങ്കിൽ അവരൊക്കെ തന്നെ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു എന്ന് വേറൊരു ചരിത്രമാണ്. പക്ഷെ ഇവരാരും തന്നെ പേർഷ്യയുടെ സംസ്കാരമോ പേർഷ്യയുടെ ഒരു തനതായ രീതിയെയോ തകർക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതും വളരെ വ്യക്തമായൊരു കാര്യമാണ്. പേർഷ്യ അതിൻ്റെ സംസ്കാരത്തോടു കൂടി തന്നെ നിലനിന്ന് പോന്നിരുന്നു എന്നുള്ളതാണ്. എന്തായാലും മംഗോളുകൾക്ക് ശേഷം പിന്നീട് തിമൂറുകളുടെ അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെയും ഒരുപാട് ഡൈനാസ്റ്റികൾ കടന്നു വരുന്നുണ്ട്. സഫാവിദുകളാണ് യഥാർത്ഥത്തിൽ വളരെ ടേണിംഗ് പോയിന്റ് ആയിട്ട് പേർഷ്യയിൽ ഭരണം നടത്തിയ ഒരു ഭരണകൂടം എന്ന് പറയുന്നത്. സഫാവിദുകളുടെ കാലത്താണ് ആദ്യമായിട്ട് ഷിയ ഇസ്ലാം പേർഷ്യയുടെ ഒരു ഔദ്യോഗിക മതം എന്ന രീതിയിൽ ഷിയ ഇസ്ലാമിനെ കൊണ്ടുവരുന്നത് സഫാവിദ് ഡൈനാസ്റ്റിയാണ്. 1500കളുടെ കാലം മുതലാണ് പിന്നീട് സഫാവിദ് ഡൈനാസ്റ്റി ഭരണം നടത്തുന്നത്. പിന്നീട് അതിനുശേഷവും സഫാവിദുകളുടെ കാലശേഷവും നിരന്തരമായി ഭരണകൂടങ്ങൾ മാറി വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭരണകൂടമായിരുന്നു ഖജർ ഡൈനാസ്റ്റി. 1796 ഖജർ ഡൈനാസ്റ്റി സ്ഥാപിക്കപ്പെടുന്നത്. 1925 വരെ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെ പേർഷ്യയിൽ ഭരണം നടത്തുന്നത് ഖജർ ഡൈനാസ്റ്റിയാണ്. ഈ കാലത്ത് നിരന്തരമായി വിദേശ ശക്തികളുടെ ഒരു അധിനിവേശം ഇറാനിലെ പേർഷ്യയിലേക്ക് ഉണ്ടാവുകയാണ്. റഷ്യയുടെ ഒക്കെ അധിനിവേശമൊക്കെ ഉണ്ടാവുന്നത് ഈ ഖജർ ഡൈനാസ്റ്റിയുടെ കാലത്താണ്. മറ്റൊരു ഭീഷണി അവർ നേരിട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് 905 നടന്ന ഒരു ഭരണഘടനാ വിപ്ലവമാണ്.
ഒരു ഓൾറെഡി വിദേശശക്തികളുടെ വലിയ രീതിയിലുള്ള അധിനിവേശത്താൽ തന്നെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഖജർ ഡൈനാസ്റ്റിക്ക് 905 ഒരു ഭരണഘടനാ വിപ്ലവവും കൂടി വലിയൊരു അടിയാവുകയായിരുന്നു. അങ്ങനെ ഭരണഘടന ആവശ്യപ്പെട്ടുകൊണ്ട്, ഭരണഘടന വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ 1905 ഈ ഭരണഘടനാ വിപ്ലവത്തിന് ശേഷമാണ് ആദ്യമായിട്ട് പേർഷ്യയിൽ ഒരു പാർലമെന്റ് സ്ഥാപിക്കുന്നത്. മജ്ലിസ് എന്ന പേരിൽ ഒരു പാർലമെന്റ് സ്ഥാപിക്കുന്നത്. വളരെ ശക്തിയില്ലാതെ അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ഭരണാധികാരികളായിരുന്നു ഈ അവസാന കാലത്ത് ഖജർ ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിരന്തരമായ വിദേശ അധിനിവേശത്തിൽ അവർ തളർന്നുപോയി എന്ന് തന്നെ പറയാം. 1921 ഒന്നാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷം 1921 ആദ്യമായിട്ട് ബ്രിട്ടന്റെ കൂടി സപ്പോർട്ടോട് കൂടിയിട്ട് അന്നത്തെ ഒരു മിലിറ്ററി കമാൻഡർ ആയിരുന്ന റിസാ ഖാൻ അവിടെ ഒരു അട്ടിമറി നടത്തുന്നത്, ഒരു പട്ടാള അട്ടിമറി നടത്തുന്നത്. അങ്ങനെ റിസാ ഖാൻ അട്ടിമറിയോടുകൂടി അദ്ദേഹം പ്രൈം മിനിസ്റ്ററായി വരികയും റിസാ ഖാൻ പിന്നീട് 1925 ആയപ്പോഴേക്കും ഈ മജ്ലിസ്, ഈ പാർലമെന്റ് ഖജർ ഡൈനാസ്റ്റിയെ പൂർണ്ണമായും പിരിച്ചുവിട്ടുകൊണ്ട് ഒരു പഹ്ലവി ഡൈനാസ്റ്റി അഥവാ റിസാ ഷാ പഹ്ലവിയുടെ നേതൃത്വത്തിലുള്ള ഒരു പഹ്ലവി ഡൈനാസ്റ്റി അവിടുത്തെ ഭരണാധികാരികളായിട്ട്, പേർഷ്യയുടെ ഭരണാധികാരികളായിട്ട് സ്ഥാപിക്കുകയും ചെയ്തു. 1925 മുതൽ പിന്നീട് 1979 വരെ പേർഷ്യയിൽ ഭരണം നടത്തിയത്, അല്ലെങ്കിൽ പിന്നീട് ഇറാനായി മാറിയ അവിടെ ഭരണം നടത്തിയത് ഈ പഹ്ലവി ഡൈനാസ്റ്റി ആയിരുന്നു. ഈ റിസാ ഷാ പഹ്ലവിയാണ് യഥാർത്ഥത്തിൽ പേർഷ്യയുടെ പേര് പിന്നീട് ഇറാൻ എന്ന രീതിയിലേക്ക് മാറ്റുന്നത്. 1935 ഈ സംഭവം. പേർഷ്യയുടെ പേര് ഇറാൻ ആക്കി മാറ്റുന്നത് റിസാ ഷാ പഹ്ലവി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു ഇസ്ലാമിക അല്ലെങ്കിൽ ഒരു റീജിയസ് രീതിയിൽ പോയിരുന്ന പേർഷ്യയിൽ നിന്നും ആ മതത്തെ ഇല്ലാതെ മാറ്റി നിർത്തുക എന്നതായിരുന്നു റിസാ ഷാ പഹ്ലവിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. പൂർണ്ണമായും ഒരു വെസ്റ്റേൺ രീതികൾ കൊണ്ടുവന്നുകൊണ്ട് മോഡേണൈസ് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ആശയം. ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കാലത്ത് നടന്നെങ്കിൽ കൂടി ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പാശ്ചാത്യവൽക്കരണം വ്യാപകമായി നടത്തിയൊരു ഭരണാധികാരിയായിരുന്നു റിസാ ഷാ പഹ്ലവി. പക്ഷേ 1941 റിസാ ഷാ പഹ്ലവിക്ക് ആ സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം അന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹം ഒരു ന്യൂട്രലായ അഭിപ്രായം സ്വീകരിച്ചതിൻ്റെ പേരിൽ അന്ന് നാസി ജർമ്മനിയിൽ ചില സപ്പോർട്ട് ചെയ്യുന്നു എന്നൊരു ആക്ഷേപത്തിൻ്റെ പേരിലാണ് ബ്രിട്ടീഷുകാരുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ബ്രിട്ടീഷിൻ്റെ ഒക്കെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി റിസാ ഷാ പഹ്ലവിക്ക് 1941 അധികാരം വിട്ടൊഴിയേണ്ടി വന്നത്. അങ്ങനെ 1941 അദ്ദേഹം അധികാരം വിട്ടൊഴിയുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഭരണത്തിലെത്തുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് റിസാ പഹ്ലവി ആയിരുന്നു. ഈ മുഹമ്മദ് റിസാ പഹ്ലവി പിന്നീട് ഒരു കളിപ്പാവയെ പോലെ ഭരണം നടത്തിയൊരു സാഹചര്യമായിരുന്നു യഥാർത്ഥത്തിൽ ഇറാനിൽ കണ്ടത്. അദ്ദേഹം വ്യാപകമായി മതവിരുദ്ധത കൊണ്ടുവരിക എന്നതായിരുന്നു. പ്രത്യേകിച്ച് ഇറാൻ പോലെ ഒരു മതത്തിന് എത്രയും പ്രാധാന്യമുള്ള ഒരു നാട്ടിൽ മതവിരുദ്ധതയെ കൂടുതൽ മുൻനിർത്തിക്കൊണ്ടുള്ള ഭരണമായിരുന്നു ഈ മുഹമ്മദ് റിസാ പഹ്ലവി അവിടെ നടപ്പിലാക്കിയത്. പൂർണ്ണമായും പാശ്ചാത്യവൽക്കരണം, എല്ലാ രീതിയിലും പാശ്ചാത്യ ആശയങ്ങളെ അല്ലെങ്കിൽ ആ സംസ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള നടപടികളായിരുന്നു അദ്ദേഹം നടത്തിയത്. ഇതിനപ്പുറത്തേക്ക് അവിടുത്തെ ഈ ഇറാനിലുണ്ടായിരുന്ന ഓയിൽ പോലെയുള്ള എല്ലാ റിസോഴ്സുകളെയും വിദേശ ശക്തികൾ കൂടുതലായി വ്യാപകമായി ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയതും ഇദ്ദേഹത്തിൻ്റെ ഒരു കാലത്താണ്. ആ കാലത്ത് അമേരിക്കയൊക്കെ ശക്തമായി ഇറാനിലേക്ക് ഇടപെടുന്നത് ഈ ഓയിൽ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതിനുവേണ്ടി ഈ കളിപ്പാവയെ പോലെ പിന്നീട് റിസാ പഹ്ലവിയെ അമേരിക്ക കൊണ്ടു നടക്കുന്നുണ്ട്. 1953 ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നത് ഓപ്പറേഷൻ അയാക്സ് എന്ന പേരിൽ ഒരു വലിയ അട്ടിമറി തന്നെ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് മുഹമ്മദ് മൊസാദ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അന്ന് അദ്ദേഹം ഈ അമേരിക്കയുടെ ഒക്കെ കീഴിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒക്കെ ആധിപത്യത്തിൽ നിന്ന് ഇറാനെ മോചിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം അവിടുത്തെ ഓയിൽ അത് നാഷണലൈസ് ചെയ്തു, ദേശസാൽക്കരിച്ചു. പക്ഷേ ഈ നടപടികൾ ഇഷ്ടപ്പെടാതിരുന്ന അമേരിക്ക CIA പിന്തുണയോടുകൂടി അവസാനം 1953 അവിടെ ഒരു അട്ടിമറി നടത്തി ഈ മുഹമ്മദ് മൊസാദിനെ പുറത്താക്കി എന്നുള്ളതാണ്. ഈ മുഹമ്മദ് മൊസാദിനെ പുറത്താക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അട്ടിമറിക്കുന്നതോടുകൂടി അദ്ദേഹത്തിലുണ്ടായിരുന്ന അധികാരങ്ങൾ കൂടി റിസാ പഹ്ലവിയിലേക്ക് കൊടുത്ത് പൂർണ്ണമായും ഒരു ആധിപത്യം റിസാ പഹ്ലവിക്ക്, ഇറാനിലെ അധികാരം റിസാ പഹ്ലവിക്ക് കൊടുക്കുന്ന ഒരു നടപടിയായിരുന്നു അമേരിക്ക സ്വീകരിച്ചത്. അങ്ങനെ എല്ലാം കൊണ്ടും അമേരിക്കയുടെ കളിപ്പാവയായി അമേരിക്കയോട് ചേർന്നിട്ടുള്ള ഒരു നടപടികളായിരുന്നു ഇത് നടപ്പിലാക്കിയത്. പിന്നീട് അദ്ദേഹം 1960 നടപ്പിലാക്കിയ വൈറ്റ് റവല്യൂഷൻ വലിയ വിപ്ലവങ്ങൾക്ക് വഴിവെച്ചൊരു സംഭവമാണ്. ഈ വൈറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹം പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലാൻഡ് റിഫോമുകൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയവ ഒരുപാട് നടപടികൾ ആ കാലത്ത് ഉണ്ടായെങ്കിൽ കൂടി ഈ വൈറ്റ് റവല്യൂഷൻ്റെ കാലത്ത് മതവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ അന്ന് ഉണ്ടാവുകയുണ്ടായി. പ്രത്യേകിച്ച് മത നേതാക്കളിൽ നിന്ന് അവരുടെ പുതിയ നടപടികൾ, വെസ്റ്റേണൈസേഷൻ നടപടികൾ പല മത നേതാക്കളെയും മത നേതൃത്വത്തെയും വലിയ രീതിയിൽ ചൊടിപ്പിച്ചു എന്നുള്ളതാണ്.
പിന്നെ മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു ക്രൂരമായ നടപടികളായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന രീതികളിലായാലും അദ്ദേഹത്തെ എതിർക്കുന്നവരെ ക്രൂരമായി അടിച്ചമർത്തുന്ന ഒരു രീതിയായിരുന്നു ഈ റിസ പഹ്ലവി അന്ന് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപകമായ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിൽ നിന്നും റിസ പഹ്ലവിക്ക് നേരിടേണ്ടി വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു എതിർപ്പ് നേരിടേണ്ടി വന്നൊരു സ്ഥലം എന്ന് പറയുന്നത് അന്നത്തെ ആയത്തുള്ള റൂഹുള്ള കൊമൈനിയിൽ നിന്നാണ്. ഒരു പണ്ഡിത നേതാവായിരുന്നു അദ്ദേഹം, ആയത്തുള്ള റൂഹുള്ള കൊമൈനി എന്ന് പറയുന്നത്. പിന്നീട് ഇറാന്റെ പരമോന്നത നേതാവൊക്കെയായി മാറിയ ആയത്തുള്ള റൂഹുള്ള ഖുമൈനി. അദ്ദേഹം വ്യാപകമായ പ്രസംഗങ്ങൾ നടത്തി ഈ റിസ പഹ്ലവിക്കെതിരെ. അദ്ദേഹത്തിന്റെ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിന്റെ വെസ്റ്റേണൈസേഷനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കണം, അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വ്യാപകമായ പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തി. അതിന്റെ പേരിൽ അവസാനം ഖുമൈനിയെ ഇവർ അറസ്റ്റ് ചെയ്ത് നാട് കടത്തി. ഈ ഖുമൈനിയെ നാട് കടത്തിയാൽ അവിടുത്തെ പ്രതിഷേധങ്ങൾ അടങ്ങും എന്നതായിരുന്നു യഥാർത്ഥത്തിൽ റിസ പഹ്ലവിയും അമേരിക്കയൊക്കെ കണക്കൂട്ടിയത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇറാനിൽ സംഭവിച്ചത് അതായിരുന്നില്ല. അവിടുത്തെ ജനങ്ങൾ അത്രമേൽ അവരുടെ വലിയൊരു നേതൃത്വമായി കണ്ടിരുന്ന ഖുമൈനിയെ നാടകത്തിയോടുകൂടിയിട്ട് അവർ ഒന്നുകൂടി പ്രതിഷേധം ശക്തമാക്കി എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ നാട് കടത്തിയിട്ടും അവിടെ നിന്ന് രഹസ്യമായി ഇറാനിലേക്ക് ഈ ആയത്തുള്ള ഖുമൈനിയുടെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പുകളും ഒക്കെ ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരുന്നു. അത് ജനങ്ങളെ കൂടുതൽ ഉത്തേജിപ്പിച്ചു എന്ന് വേണം പറയാൻ. വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി. അങ്ങനെ അതിനെയാണ് 1979 ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് തന്നെ പറയും. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് പറയും. ഈ 1979 അങ്ങനെ അവസാനം റിസ പഹ്ലവിക്ക് ഗതിയില്ലാതെ തൻ്റെ രാജ്യം വിട്ട് ഓടേണ്ടി വന്നു. അതോടുകൂടി അത്രയും കാലം നീണ്ടു നിന്ന പഹ്ലവി ഡൈനാസ്റ്റിക്ക് അവിടെ അന്ത്യം കുറിക്കപ്പെടുകയായിരുന്നു. ഒരു മാസത്തിനിപ്പുറം 1979 ഫെബ്രുവരിയിൽ നാട് കടത്തപ്പെട്ട ആയത്തുള്ള ഖുമൈനി വലിയ രാജകീയമായ വരവേൽപ്പോടു കൂടി ഇറാനിലേക്ക് വന്നിറങ്ങിയതോടുകൂടി ഇറാന്റെ പുതിയൊരു ഭരണകൂടം അവിടെ സ്ഥാപിക്കപ്പെടുകയായിരുന്നു. പിന്നീട് വിലായത്തെ ഫഖീഹ് എന്ന് പറയുന്ന ഒരു രീതിയാണ് പിന്നീട് അവിടെ നടപ്പിലാക്കപ്പെടുന്നത്. അഥവാ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. ഒരു ഭരണാധികാരി ആവുന്നത് ഒരു വിലായത്തെ ഫഖീഹ്, ഒരു പണ്ഡിതൻ ഭരിക്കുക എന്ന രീതിയിലേക്ക് പിന്നീട് ഇറാൻ മാറുകയാണ്. അങ്ങനെയാണ് ഇറാന്റെ ഏറ്റവും പരമോന്നത നേതാവായിട്ട് ആയത്തുള്ള ഖുമൈനി സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് കീഴിൽ ഒരു പ്രസിഡന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ കീഴിൽ വൈസ് പ്രസിഡന്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ പറയുന്നത് പോലെ ഒരു മജ്ലിസ്, ഒരു പാർലമെന്റ് ഒക്കെ ഉണ്ട് ഭരണങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി. പക്ഷേ അതിൻ്റെ ഒരു പരമോന്നത നേതാവായിട്ടുണ്ടാവുന്നത് ഒരു പണ്ഡിതനായ ആയത്തുള്ള റൂഹുള്ള ഖുമൈനി ആയിരുന്നു. ഇത് ലോകത്ത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചു, വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചു. ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറുന്നത് വലിയ പ്രശ്നങ്ങളുണ്ടായി. 1979 തന്നെ ഈ റിസ പഹ്ലവിയെ നാട് കടത്തി അമേരിക്കയിൽ അദ്ദേഹത്തിന് ചികിത്സ ഉറപ്പായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം വേറൊരു സ്ഥലത്തുണ്ടായത് 1979 നവംബറിലാണ്. 1979 നവംബറിൽ അന്ന് അമേരിക്കൻ എംബസി, ഈ പറയുന്ന ഇറാനിലെ അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെ 444 ദിവസം അവിടെ അതിക്രമിച്ച് കയറിക്കൊണ്ട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥരെ മുഴുവൻ തടവിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 444 ദിവസം കഴിഞ്ഞാണ് അവർ വിട്ടയച്ചത്. ഇത് അമേരിക്കക്കും അതുപോലെ തന്നെ ഇറാനുടെയിലുള്ള ശത്രുത വളരെ ശക്തമാക്കിയെന്ന് വേണം പറയാം. 80കളിൽ വേറൊരു സംഭവം കൂടി ഉണ്ടായി. 80 മുതൽ 88 വരെ നീണ്ടുനിൽക്കുന്ന വലിയൊരു യുദ്ധം പിന്നീട് ഇറാനെ നേരിടേണ്ടി വന്നു. ഇറാഖ് വാർ. അന്ന് സദ്ദാം ഹുസൈൻ നേതൃത്വം നൽകുന്ന ഇറാഖ് പിന്നീട് ഇറാൻ ആക്രമിച്ചു. അങ്ങനെ ഇറാനും ഇറാഖും തമ്മിൽ വലിയ ശക്തമായൊരു യുദ്ധം ഉണ്ടായി. അന്ന് അമേരിക്ക കൂടി ഇറാഖിനെ പിന്തുണച്ചിരുന്നു എന്നുള്ളതാണ്, സദ്ദാം ഹുസൈന് പിന്തുണ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. കാരണം ഇറാനെ എതിർക്കാൻ വേണ്ടിയുള്ള എല്ലാ ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷവും നിരന്തരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, പല വിവാദങ്ങളുണ്ടായി. ഇതൊക്കെ കഴിഞ്ഞുപോയി. പിന്നീട് 1989 ഈ ആയത്തുള്ള ഖുമൈനി മരണപ്പെടുന്നത്. അദ്ദേഹത്തിന് ശേഷം പിന്നീട് അവിടുത്തെ സുപ്രീം ലീഡറായിട്ട് വരുന്നത് അലി ഖാംനെയാണ്. ഈ അലി ഖാംനെയാണ് നിലവിൽ ഇറാന്റെ ഏറ്റവും സുപ്രീം ലീഡറായിട്ട് നിലവിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ അലി ഖാംനെയാണ്. അദ്ദേഹം 1989 ആ സ്ഥാനത്തേക്ക് എത്തുന്നത്. പിന്നീട് നിരവധി ഭരണാധികാരികൾ, പ്രസിഡന്റുമാരവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പലരും മിതവാദികളായവരും ഉണ്ടായിരുന്നു. പല രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ്, ഒരു വെസ്റ്റേൺ ഇതിനോടൊക്കെ ഒരു മിതമായ രീതിയിൽ നിന്ന് പോകാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടായിരുന്നു. വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള, പൂർണ്ണമായും വെസ്റ്റേണൈസേഷൻ എതിർത്തിരുന്ന, അമേരിക്കക്കെതിരെയൊക്കെ ശക്തമായ നിലപാടെടുത്തിരുന്ന ഭരണാധികാരികളും പ്രസിഡന്റുമാരും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അഹമ്മദ് നജദ്. 2005 മുതൽ 2013 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലം എന്ന് പറയുന്നത്. ഈ കാലത്ത് ന്യൂക്ലിയർ രംഗത്തൊക്കെ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്ന രംഗത്തൊക്കെ ഇറാന് വലിയ പുരോഗതി ഉണ്ടാവുന്നത് ഈ നജാദിൻ്റെ ഒക്കെ ഒരു കാലത്ത് ആണ് എന്ന് തന്നെ പറയാം. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മാറ്റം പിന്നീട് ഉണ്ടാവുകയും ഇന്നത്തെ രീതിയിൽ ഇറാൻ മാറുകയും ചെയ്തത്, അതിൻ്റെ ഒരു ചരിത്ര വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഈ രീതിയിലാണ്. ഇനി ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇറാൻ ഇസ്രായേൽ ശത്രുതയെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ എങ്ങനെയാണ് ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ആദ്യമായിട്ട് അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ്.
948 ഡേവിഡ് ബെൻഗൂരിയൻ ഇസ്രായേലിന്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ ലോകത്ത് ആദ്യമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ്. അന്ന് പഹ്ലവി ആയിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത്. മുഹമ്മദ് റിസ പഹ്ലവിയുടെ ഭരണകാലത്താണ് ഈ ഇസ്രായേൽ സ്ഥാപിക്കപ്പെടുന്നത്, അതിനെ അംഗീകരിക്കുന്നത്. 979 വരെ ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിരുന്നു. അവർ പരസ്പരം ആയുധ രംഗത്ത് മറ്റെല്ലാ രംഗത്തും വ്യാപകമായ രീതിയിൽ സഹായ സഹകരണങ്ങളോടെ മുന്നോട്ട് പോയിരുന്ന രാജ്യമായിരുന്നു ഇറാൻ ഇസ്രായേലും. ഓയിൽ രംഗത്തൊക്കെ ഇറാൻ പലപ്പോഴും ഇസ്രായേലിന് കൈമാറുകയൊക്കെ ചെയ്തിരുന്നു. ആ രംഗത്തൊക്കെ വലിയ സഹകരണവും ഒരു സഹായ സഹകരണങ്ങളോടെ മുന്നോട്ട് പോയിരുന്ന രാജ്യങ്ങളായിരുന്നു ഇറാനും ഇസ്രായേലും എന്ന് പറയുന്നത്. പക്ഷെ 979 ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ആയത്തുള്ള ഖുമൈനി അവിടുത്തെ സുപ്രീം ലീഡർ ആയതിനു ശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക് ആയതിനു ശേഷമാണ് ഇസ്രായേൽ അവരുടെ ഒരു ശത്രു രാജ്യമായിട്ട് മാറുന്നത്. അതിനുശേഷം ഈ ആയത്തുള്ള ഖുമൈനി ഇസ്രായേലിനെ വിളിച്ചത് ഒരു നിയമവിരുദ്ധമായ ഒരു സയനിസ്റ്റ് രാജ്യം ഭരണകൂടം എന്ന രീതിയിലായിരുന്നു അന്ന് ഇസ്രായേലിനെ അതിനെക്കുറിച്ച് അദ്ദേഹം പരാമർശം നടത്തിയത്. അത് തെഹ്റാനിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽ എംബസി, അതുവരെ ഉണ്ടായിരുന്ന ഇസ്രായേൽ എംബസി പിന്നീട് 979 ശേഷം അത് പലസ്തീനു വേണ്ടി PLOയുടെ എംബസി ആയിട്ട് മാറി എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ അതിനുശേഷം അവർക്കിടയിൽ വലിയ ശത്രുതകൾ ഉണ്ടായി. പിന്നീട് ന്യൂക്ലിയർ നടപടികൾ, ഇറാന്റെ ന്യൂക്ലിയർ രംഗത്ത് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പുരോഗമനങ്ങൾ, ആണവായുധങ്ങളുടെ നിർമ്മാണം, ഇതൊക്കെ ഇസ്രായേൽ വലിയൊരു ഭീഷണിയായി എടുക്കുകയും ആ രംഗത്തൊക്കെ വലിയ ഒരു പ്രശ്നം അവരുണ്ടാക്കുകയും ഇറാനെതിരെ ശക്തമായ നടപടിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല, ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല സംഘടനകളെയും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിനെ പ്രധാനമായും അവരെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യം. ഹമാസ് പോലെയുള്ള, ഹിസ്ബുള്ള പോലെയുള്ള സംഘടനകൾക്ക് ഇറാന്റെ പൂർണ്ണമായ സപ്പോർട്ട്, പിന്തുണ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇസ്രായേൽ ഇറാനും തമ്മിലുള്ള ശത്രുത ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്, ശത്രുത വലിയൊരു രീതിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥ നേരിട്ടുള്ള ഒരു അറ്റാക്കിലേക്ക് എത്തുന്നത് 2024 ഏപ്രിലിൽ സിറിയയിലുള്ള ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പകരമായിട്ട് ഇസ്രായേലിലേക്ക് ആദ്യമായിട്ട് ഇറാൻ മിസൈൽ വിട്ടതോടുകൂടെ. അതുവരെ ശക്തമായ ഒരു ശത്രു നിലവിൽ നിൽക്കുന്നുണ്ട്, പല രംഗത്തും അവർ ആക്രമണം നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇറാന്റെ പല ഈ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾക്ക് നേരെയും അവരൊക്കെ പലപ്പോഴും ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. മൊസാദിന്റെ നേതൃത്വത്തിലൊക്കെ പല കൊലപാതകങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ കൂടി നേരിട്ട് ഇറാൻ ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ അയക്കുന്നത് 2024 ഏപ്രിലാണ്. അതിനുശേഷമാണ് പിന്നീട് തുടർച്ചയായ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഈ യുദ്ധമൊക്കെ നിലവിലുണ്ടായത്. മറ്റൊന്ന് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധമാണ്. അമേരിക്ക യഥാർത്ഥത്തിൽ ഇറാനിലേക്ക് കടന്നു വരുന്നത് ഇറാന്റെ ഓയിൽ രംഗത്തൊക്കെയുള്ള വ്യാപകമായ അവരുടെ ഒരു റിസോഴ്സ് കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാനിലേക്ക് കണ്ണുവെക്കുന്നത്. മുഹമ്മദ് റിസ പഹ്ലവിയുടെ കാലത്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ അടുത്ത ബന്ധം ഉണ്ടാകുന്നത്. റിസ പഹ്ലവിയെ പൂർണ്ണമായും പിന്തുണക്കുന്നത്, അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നതൊക്കെ അമേരിക്കയുടെ നേതൃത്വത്തിൽ, CIA നേതൃത്വത്തിലാണ്, പിന്തുണയോട് കൂടിയാണ് അവിടെ മുഹമ്മദ് മൊസാദിന് നേരെയുള്ള ഒരു അട്ടിമറി ഉണ്ടാകുന്നത്. അതിനുശേഷം മുഹമ്മദ് റിസ പഹ്ലവിക്ക് എല്ലാ അധികാരങ്ങളും കൊടുക്കുന്നത്, കൊണ്ടു നടക്കുന്നതൊക്കെ അമേരിക്കയാണ്. അപ്പോൾ വളരെ അടുത്ത ബന്ധമായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ 979 ശേഷം പൂർണ്ണമായും വെസ്റ്റേണൈസേഷനെതിരെ പാശ്ചാത്യ വിരുദ്ധരായ ഒരു ഭരണകൂടമാണ് പിന്നീട് ഇറാനിൽ വരുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ഖുമൈനിയുടെ നേതൃത്വത്തിൽ പിന്നീട് വരുന്നത് പൂർണ്ണമായും പാശ്ചാത്യ വിരുദ്ധരായ, അമേരിക്കൻ വിരുദ്ധരായ ഒരു ഭരണകൂടമാണ്. അതിനുശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ബന്ധം അത്ര നല്ല രീതിയിലായിരുന്നില്ല. എന്ന് വെച്ചാൽ അതുവരെയും എംബസി ഉണ്ടായിരുന്നു. 979 നവംബറിലാണ് അമേരിക്കയുടെ ഇറാനിലുള്ള എംബസിയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ, അവിടുത്തെ വിദ്യാർത്ഥികൾ ചേർന്ന് തടഞ്ഞു വെക്കുകയും 444 ദിവസം അവരെ ബന്ദിയാക്കുകയും ചെയ്തത്. അന്ന് റിസ പഹ്ലവിക്ക് ട്രീറ്റ്മെന്റിന് അവസരം കൊടുത്തതായിരുന്നു യഥാർത്ഥത്തിൽ അവരെ ചൊടിപ്പിച്ചത്. വിട്ടുകിട്ടണം എന്നതായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. എന്തായാലും ഈ രീതിയിൽ പിന്നീട് എല്ലാ രംഗത്തും അമേരിക്ക ഇറാനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതായിട്ട് പ്രഖ്യാപനം നടത്തി. അതിനുശേഷവും ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. പ്രധാനമായും ന്യൂക്ലിയർ രംഗത്ത് ഈ ഇറാന്റെ ഡെവലപ്മെന്റുകളാണ് യഥാർത്ഥത്തിൽ പിന്നീട് അമേരിക്കയെയും വലിയ രീതിയിൽ ശത്രുതയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് വലിയൊരു ഭീഷണിയായിട്ടാണ് അമേരിക്ക ഇസ്രായേലൊക്കെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ഒരുപാട് നടപടികൾ ഉണ്ടായി. ആഗോളതലത്തിൽ ഇറാനെ അവർ ഉപരോധിക്കാനുള്ള നടപടികളിലേക്ക് കടന്നു. അങ്ങനെ ആ ഉപരോധത്തിന്റെ സമയത്ത് 2015 പിന്നീട് ഹസൻ റുഹാനിയുടെ ഒരു ഭരണകാലത്താണ് യഥാർത്ഥത്തിൽ ഈ ഉപരോധങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഇറാൻ ഒരു
ആണവ കരാറിൽ വരുന്നത്. ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഒരു ആണവ കരാറിലേക്ക് വരുന്നത്. ഈ ആണവ കരാറിലൂടെ കുറച്ച് ഇതിൻ്റെ നിർമ്മാണ രംഗത്തൊക്കെ ഒരു അയവ് വരുത്താമെന്ന് ഇറാൻ സമ്മതിക്കുകയും അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഉപരോധം നീക്കാനുള്ള കുറച്ച് നടപടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ 2018 പിന്നീട് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു കരാറിൽ നിന്ന് വളരെ സിമ്പിളായി തന്നെ അതിൽ നിന്ന് പിന്മാറുകയുണ്ടായി. അതൊന്നുകൂടി പ്രശ്നങ്ങൾ വീണ്ടും ഒരു ശത്രുതയിലേക്ക് അല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. പിന്നീട് ജോ ബൈഡന്റെ കാലത്ത് ഒന്നുകൂടി കരാറ് പുതുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അത് പൂർണ്ണമായും വിജയിച്ചില്ല. പിന്നീട് ഒരിക്കൽ കൂടി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അധികാരത്തിൽ എത്തുമ്പോൾ ആ ശത്രുത വീണ്ടും കൂടുകയും ആ പ്രശ്നങ്ങൾ വീണ്ടും വഷളാവുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ബന്ധങ്ങളുടെ ഒരു ചരിത്ര വഴി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ അമേരിക്കൻ വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ നിലപാടാണ്, ഈ പാശ്ചാത്യ വിരുദ്ധ നിലപാടാണ് എന്നും ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്വീകരിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെക്കുറിച്ച് വരുന്ന നെഗറ്റീവുകളൊക്കെ ആ രീതിയിലാണ്. ഇറാനെക്കുറിച്ച് വരുന്ന നെഗറ്റീവായ നെഗറ്റീവുകളുടെ ഒക്കെ കാരണം അവർ സ്വീകരിക്കുന്നത് അമേരിക്കൻ വിരുദ്ധ നിലപാടാണെന്നുകൊണ്ടാണ്. അമേരിക്കയെ പിന്തുണക്കുന്ന ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഇതിനേക്കാൾ ശക്തമായ നിയമങ്ങൾ ഉണ്ടായിട്ട് കൂടി വാർത്തകളിൽ ഇടം പിടിക്കുകയോ അല്ലെങ്കിൽ അതൊരു വലിയ വിവാദമാവുകയോ ചെയ്യാത്തതിന് കാരണം ഇറാൻ സ്വീകരിക്കുന്ന നിലപാട് പാശ്ചാത്യ വിരുദ്ധ നിലപാടാണ് എന്നതുകൊണ്ട് തന്നെയാണ്. മധ്യേഷ്യയെ പൂർണ്ണമായും കൈയടക്കുക എന്നതാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ മുന്നിൽ ചിന്തിക്കുന്ന ഒരു കാര്യം. പക്ഷേ അതിലേക്ക് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വളരെ ശക്തമായി എതിർത്തുകൊണ്ട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അതിനൊന്നും കഴിയാത്തത്. അപ്പോൾ വ്യാപകമായി ഇത്തരത്തിലുള്ള നെഗറ്റീവുകൾ വന്നുകൊണ്ടേയിരിക്കും ഇറാൻ ഒരു പാശ്ചാത്യ വിരുദ്ധ രാജ്യമായി തുടരുന്നിടത്തോളം കാലം.